അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ യൂണിഫോം അനുദിനം ദുരുപയോഗം ചെയ്യുകയാണ്. അവരെ കൈയോടെ പിടികൂടേണ്ട സാഹചര്യമുണ്ടായിട്ടും എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? ഈ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. രാത്രി 12 മണി. എങ്ങും അർദ്ധരാത്രിയുടെ നിശബ്ദത മാത്രം. നഗരത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ അഞ്ജലി വർമ്മ ഒരു പ്രധാന മീറ്റിംഗ് കഴിഞ്ഞ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങുകയായിരുന്നു. ചുറ്റും കനത്ത നിശബ്ദതയിലായിരുന്നു. റോഡിൽ ആളനക്കമില്ല. അഞ്ജലിക്ക് നേരിയ ഒരു ഭയം തോന്നി. ഭയം കാരണം അവർ തന്റെ കാറിന്റെ വേഗത കൂട്ടി. അപ്പോഴാണ് പെട്ടെന്ന് അവരുടെ കാർ റോഡിന്റെ നടുവിൽ വെച്ച് നിന്നുപോയത്. അഞ്ജലി ഉടൻ തന്നെ കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. കാറിന്റെ എഞ്ചിൻ തകരാറിലായി. അതൊട്ടും അനങ്ങാൻ കൂട്ടാക്കിയില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവർ കാറിന്റെ പുറത്തിറങ്ങി നോക്കി. എഞ്ചിനിൽ എന്തോ സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കാമെന്നും അതുകൊണ്ടാണ് കാർ സ്റ്റാർട്ട് ആവാത്തതെന്നും അവർക്ക് തോന്നി. ഒരുപാട് ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ട് ആവാതെ വന്നപ്പോൾ അവർ അച്ഛനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ മൊബൈൽ എടുത്തു. പക്ഷെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലെന്ന് കണ്ടു. ഇത് കണ്ടവർ വല്ലാതെ പരിഭ്രാന്തയായി. ഇപ്പോൾ എന്തു ചെയ്യും എന്ന ചോദ്യം മനസ്സിൽ വന്നു. കാർ സ്റ്റാർട്ടാവുന്നില്ല. ആരെയും ബന്ധപ്പെടാൻ നെറ്റ്വർക്കും ഇല്ല. ഞാനിനി എങ്ങനെ വീട്ടിൽ പോകും? പക്ഷേ അവർ ധൈര്യം കൈവിട്ടില്ല. ഇവിടെ നിന്ന് വീട് അധികം ദൂരെയല്ല. എങ്ങനെയായാലും ഇവിടെ നിന്ന് നടന്നു പോകണമെന്ന് അവർ വിചാരിച്ചു. ഇത് കുറച്ച് ആലോചിച്ച് അവർ പതിയെ മുന്നോട്ട് പോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ദൂരെയായി ചില കാറുകളുടെ ഹെഡ്ലൈറ്റുകൾ കണ്ടു. അവർക്കൊരു ആശ്വാസം തോന്നി. കുറഞ്ഞപക്ഷം സഹായത്തിനായി ഒരാളെയെങ്കിലും കിട്ടിയല്ലോ. അവർ പതിയെ ആ വെളിച്ചത്തിന്റെ ദിശയിലേക്ക് നടന്നു. കാറുകളുടെ അടുത്തെത്തിയപ്പോൾ അവിടെ 2-3 പോലീസ് കോൺസ്റ്റബിൾമാർ മദ്യക്കുപ്പികൾ തുറന്ന് നിലത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അവർ മദ്യപിക്കുകയും നിലത്തിരുന്ന് ചീട്ടുകളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചീട്ടുകെട്ടുകൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ DM അഞ്ജലി വർമ്മയ്ക്ക് കടുത്ത ദേഷ്യം വന്നു. അവർ ഉടൻ തന്നെ ആ കോൺസ്റ്റബിൾമാരുടെ അടുത്തേക്ക് പോയി വളരെ കർശനമായ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത്? യൂണിഫോം ധരിച്ച് നിങ്ങൾക്ക് ഇതാണോ ചെയ്യാനുള്ള ജോലി? റോഡിലിരുന്ന് മദ്യപിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിയമം ലംഘിക്കുന്നവരോ അതോ നിയമം പാലിക്കുന്നവരോ? നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്താൽ പൊതുജനം എന്തു ചെയ്യും? ഈ യൂണിഫോമിന് നിങ്ങൾ ഒട്ടും യോഗ്യരല്ല. മനസ്സിലായോ? ഒരു കോൺസ്റ്റബിൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ മാഡം, ഇത്രയധികം ഉപദേശം തരണ്ട. മനസ്സിലായോ? നിങ്ങളെ പോലെയുള്ള ചുണ്ടുകൾക്ക് ഈ വലിയ വാക്കുകൾ ചേരുന്നില്ല. വരൂ, ഞങ്ങളുടെ കൂടെ ഇരിക്കൂ. എന്തായാലും ഇത്ര രാത്രിയിൽ സൗന്ദര്യത്തിന്റെ ഈ മാലാക എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളെയും ഒന്ന് നോക്കൂ. നിങ്ങൾ ഞങ്ങളുടെ ആരാധകരാണ്. ഇത് കേട്ട് അഞ്ജലി വർമ്മയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. എങ്കിലും അവർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, എന്റെ ചോദ്യത്തിന് മറുപടി തരൂ. നിങ്ങൾ ഇവിടെ എന്തിനാണ് മദ്യപിക്കുന്നത്? സർക്കാർ മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് നിയമത്തിന്റെ കാവൽക്കാരായ നിങ്ങൾ തന്നെ ഈ നിയമം ലംഘിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഈ യൂണിഫോം ധരിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. മനസ്സിലായോ? ഇത് കേട്ടതും ഒരു കോൺസ്റ്റബിൾ അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചു. അവരെ തന്റെ നേർക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ മാഡം, ഞങ്ങളെ ഉപദേശിക്കാതെ. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അതൊക്കെ വിടൂ. ഇന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ മദ്യം കഴിച്ചേ പറ്റൂ. കുറച്ചൊന്ന് സന്തോഷിക്കൂ. നല്ല രസമായിരിക്കും. എന്തായാലും നിങ്ങളെ കാണാതെ ഞങ്ങൾക്ക് വയ്യ. ദയവായി ഒരൊറ്റ തവണ ഞങ്ങളെ സന്തോഷിപ്പിക്കൂ, എന്റെ ജീവനെ. ഈ വാക്കുകൾ കേട്ടതും അഞ്ജലി വർമ്മയുടെ ക്ഷമ നശിച്ചു. അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കോൺസ്റ്റബിളിന്റെ മുഖത്ത് ആഞ്ഞൊരടി കൊടുത്തു. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ യൂണിഫോമിന് യോഗ്യരല്ല. ഇപ്പോൾ കാണാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഈ യൂണിഫോം നിങ്ങൾക്ക് വെറുതെ തന്നതല്ല. ഇത് പൊതുജനങ്ങളെ സേവിക്കാൻ തന്നതാണ്. രാജ്യത്തെ സംരക്ഷിക്കാൻ തന്നതാണ്. പക്ഷേ നിങ്ങൾ പൊതുജനങ്ങളെ എന്തു സേവിക്കാനാണ്? നിങ്ങൾ തന്നെ ചീത്തയായി ഇരിക്കുമ്പോൾ നിങ്ങൾ പൊതുജനത്തെ എങ്ങനെ നന്നാക്കാനാണ്? അപ്പോഴാണ് മറ്റൊരു കോൺസ്റ്റബിൾ അഞ്ജലിയെ ശക്തിയായി വലിച്ചുപിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞത്, എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അവളെ പിടിക്കൂ. ഇന്ന് ഇവൾക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഒരുപാട് അഹങ്കാരം കാണിക്കുന്നു. പോലീസുകാർ കളിക്കാൻ വരുന്നു. എന്താണ് നിയമത്തിന്റെ ശക്തി എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അയാൾ അഞ്ജലിയെ മുറുകെ പിടിച്ചു. പക്ഷേ അഞ്ജലി വർമ്മ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. അവർ ഒരൊറ്റ കുടച്ചിലിൽ സ്വയം മോചിപ്പിച്ചു. എങ്കിലും അവരുടെ മനസ്സിൽ ഭയം ഉടലെടുത്തിരുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. സഹായത്തിനായി
ആരെയും വിളിക്കാനും കഴിഞ്ഞില്ല. ആ കോൺസ്റ്റബിൾമാരുടെ ഉദ്ദേശം കണ്ടാൽ വ്യക്തമായിരുന്നു. ഇനി രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് DM അഞ്ജലി വർമ്മ ദേഷ്യത്തോടെ അലറിയത്. ഞാൻ ഈ ജില്ലയുടെ ജില്ലാ കളക്ടറാണ്. ഞാൻ നിങ്ങളെ 5 പേരെയും ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. ഞാൻ നാളെ തന്നെ പോലീസ് സൂപ്രണ്ട് സാറുമായി സംസാരിച്ച് നിങ്ങളെ ഏവരെയും സസ്പെൻഡ് ചെയ്തിട്ടേ അടങ്ങൂ. മനസ്സിലായോ? ഇതു കേട്ട് ആ കോൺസ്റ്റബിൾമാർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും അഞ്ജലിയെ പിടിച്ചു. അഞ്ജലിയുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. എന്തു ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ അവർ ശക്തിയായി കുതറിമാറി. വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അവർ ഓടിയില്ലെങ്കിൽ ഈ ആളുകൾ അവരോട് എന്തെല്ലാം ചെയ്യുമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, കാരണം എല്ലാ കോൺസ്റ്റബിൾമാരും മദ്യലഹരിയിലായിരുന്നു. അവരുടെ ഉദ്ദേശം ഒട്ടും നല്ലതായിരുന്നില്ല. അഞ്ജലി അതിവേഗം ഓടുകയായിരുന്നു. ആ 5 കോൺസ്റ്റബിൾമാരും അവരുടെ പിന്നാലെ ഓടി. ഓട്ടത്തിനിടയിൽ ഒരു കോൺസ്റ്റബിൾ അഞ്ജലിയെ പിടികൂടി. ദേഷ്യത്തോടെ അവർ അഞ്ജലിയുടെ കരണത്തൊരടി കൂടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നോടിപ്പോവാൻ നിനക്ക് എത്ര ധൈര്യം വന്നു? ആദ്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുക, എന്നിട്ട് എവിടെയെങ്കിലും പോയാൽ മതി. മനസ്സിലായോ? ഞങ്ങൾ നിന്നെ ഒരിടത്തേക്കും പോവാൻ അനുവദിക്കില്ല. ഇന്ന് നിന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള മാലാഖയെ ഞങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. കൂടുതൽ ഭാവം കാണിക്കാതെ ഞങ്ങൾ പറയുന്നത് അനുസരിക്കൂ. അഞ്ജലി ഭയം കാരണം വിറച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ലഹരിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് പശ്ചാത്താപമുണ്ടാവും. എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊരു ഊഹവുമില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എന്നെ വിടൂ. ഞാൻ ഈ ജില്ലയുടെ DM ആണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും. എന്നെ ഇവിടെ വിട്ടു പോകുന്നതാണ് നല്ലത്. എന്നാൽ ആ കോൺസ്റ്റബിൾമാർക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയെ കണ്ടപ്പോൾ അവർ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അവരുടെ കണ്ണുകൾക്ക് ഒന്നും ശരിയായി കാണാൻ കഴിഞ്ഞില്ല. ഒരു കോൺസ്റ്റബിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പെൺകുട്ടി സ്വയം ജില്ലാ കളക്ടറാണെന്ന് കരുതുന്നു. എന്താണ് ജില്ലാ കളക്ടർ എന്നറിയാമോ നിനക്ക്? എന്നെ കണ്ടാൽ ധീയമാണെന്ന് തോന്നുന്നില്ല. കൂടുതൽ മിടുക്ക് കാണിക്കണ്ട. മനസ്സിലായോ? ഞങ്ങൾ പറയുന്നത് അനുസരിക്കൂ. അഞ്ജലി അകമേ തകർന്നിരുന്നു. ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ കുടുങ്ങിയാൽ ഈ ആളുകൾ അവരോട് എന്ത് തെറ്റായ കാര്യം ചെയ്യാം എന്നവർ ചിന്തിച്ചു. പക്ഷേ ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് തോന്നി. പിന്നെ അവർ ധൈര്യം സംഭരിച്ചു. ഒരു കോൺസ്റ്റബിളിൽ നിന്ന് അവന്റെ തോക്ക് തട്ടിയെടുത്തു. 4 പേരെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഭയം കാരണം എല്ലാ കോൺസ്റ്റബിൾമാരും അവിടെ തന്നെ നിന്നു. ആരും അവളെ പിന്തുടർന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ പേടി തോന്നി. വെടിയുതിർക്കുമോ എന്ന്. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ DM അഞ്ജലി വർമ്മ ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? അപ്പോൾ അവർക്കൊരു വഴി തോന്നി. അവർ നേരെ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി. അവിടെ ചെന്നവർ ആ 5 കോൺസ്റ്റബിൾമാർക്കെതിരെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മതിയായ തെളിവില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. SP രാജേഷ് സിംഗ് പറഞ്ഞു, മാഡം, നിങ്ങളുടെ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ശക്തമായ തെളിവില്ലാതെ ഞങ്ങൾക്കൊരു നടപടിയും എടുക്കാൻ കഴിയില്ല. നിങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അഞ്ജലി വിഷമിച്ചു. ഇനി എന്തു ചെയ്യും? തെളിവില്ലാതെ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് സത്യമായിരുന്നു. അവർ ഉടൻ വീട്ടിലെത്തി. കുറച്ചു നേരം ഉറങ്ങി. പിന്നെ അവർക്കൊരു പദ്ധതി തോന്നി. അവർ നേരെ ആ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെയായിരുന്നു ആ 5 കോൺസ്റ്റബിൾമാർ ജോലി ചെയ്തിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ സൂരജ് സിംഗ് ഡെസ്കിൽ ഇരിക്കുന്നത് കണ്ടു. ഇൻസ്പെക്ടർ DM അഞ്ജലി വർമ്മയെ തിരിച്ചറിയാൻ ശ്രമിച്ചില്ല. അവർ സാരി ധരിച്ചു വന്നതുകൊണ്ട് ഇതൊരു സാധാരണ ഗ്രാമത്തിലെ സ്ത്രീയായിരിക്കുമെന്ന് അയാൾ കരുതി. അഞ്ജലി ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു, സർ, എനിക്കൊരു റിപ്പോർട്ട് എഴുതണം. ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റിപ്പോർട്ട് എഴുതണോ? നിന്റെ കയ്യിൽ പണമുണ്ടോ? റിപ്പോർട്ട് എഴുതാൻ 80 രൂപയാകും. പൈസ എടുക്കൂ, ഞാൻ എഴുതാം. ഇത് കേട്ടപ്പോൾ അഞ്ജലിയുടെ ദേഷ്യം ഇരട്ടിച്ചു. ഈ ഇൻസ്പെക്ടറും ആ കോൺസ്റ്റബിൾമാരെ പോലെ തന്നെ കുറ്റവാളിയാണെന്ന് അവർക്ക് തോന്നി. ഇയാൾ ഒരു മടിയുമില്ലാതെ കൈക്കൂലി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അഞ്ജലി കർശനമായ സ്വരത്തിൽ പറഞ്ഞു, സാർ, ഞങ്ങളെ നിയമം പഠിപ്പിക്കേണ്ട. റിപ്പോർട്ട് എഴുതാൻ പണം വേണമെന്ന് നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് കൈക്കൂലി ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ പണം നൽകില്ല. നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. എനിക്ക് റിപ്പോർട്ട് എഴുതണം. വേഗം എഴുതുക. ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് കടുത്ത ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഈ പെൺകുട്ടി എന്റെ മുന്നിൽ നിന്ന് വാക്കു പറയുന്നു. അഹങ്കാരം കാണിക്കണ്ട. പണം തരൂ, ഇല്ലെങ്കിൽ ഇവിടെ ഒരു റിപ്പോർട്ടും എഴുതില്ല. റിപ്പോർട്ട് എഴുതാൻ വന്നിരിക്കുന്നു.
ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ, ഇല്ലെങ്കിൽ തള്ളി പുറത്താക്കും. അഞ്ജലി വർമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കൂ ഇൻസ്പെക്ടർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. പരിധിയിൽ നിന്ന് സംസാരിക്കൂ, മനസ്സിലായോ? എനിക്ക് നിയമം നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഇവിടെ റിപ്പോർട്ട് എഴുതാൻ വന്നതാണ്. റിപ്പോർട്ട് എഴുതിയിട്ടേ പോകുകയുള്ളൂ, മനസ്സിലായോ? ഇനി വേഗം എന്റെ റിപ്പോർട്ട് എഴുതുക. അപ്പോഴാണ് അഞ്ജലിയുടെ കണ്ണ് ആ ഒരു കോൺസ്റ്റബിളിൽ ഉടക്കിയത്. ആ 5 പേരിൽ ഒരാളായിരുന്ന അതേ കോൺസ്റ്റബിൾ. അഞ്ജലി ദേഷ്യത്തോടെ ഇൻസ്പെക്ടറോട് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ നിങ്ങളെയും ഈ കോൺസ്റ്റബിൾമാരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റേഷൻ മുഴുവൻ വൃത്തിയാക്കേണ്ടി വരും. നിങ്ങൾ ഈ യൂണിഫോമിന് യോഗ്യരല്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തിട്ടേ അടങ്ങൂ. ഇതു കേട്ട് ഇൻസ്പെക്ടർ ഭയന്നു. എങ്കിലും അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു, അയ്യോ പെൺകുട്ടി, നീ ആരാണ്? എന്താണ് ഈ വിളിച്ചു പറയുന്നത്? കൂടുതൽ മിടുക്കിയാകണ്ട, മനസ്സിലായോ? ഇല്ലെങ്കിൽ അടിച്ചാൽ നടന്ന് വീട്ടിൽ പോകാൻ കഴിയില്ല. പോകൂ ഇവിടെ നിന്ന്, ഇല്ലെങ്കിൽ തള്ളി പുറത്താക്കും. എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട, മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ DM അഞ്ജലി വർമ്മ ദേഷ്യം കൊണ്ട് ചുവന്നുപോയി. അവർ തന്റെ പേഴ്സിൽ നിന്ന് തിരിച്ചറിയൽ കാർഡ് എടുത്ത് ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ചു. ഇൻസ്പെക്ടർ തിരിച്ചറിയൽ കാർഡ് കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു, മുഖം വിളറി. അവൻ പേടിക്കാരനും ഉടൻ എഴുന്നേറ്റു, കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മാഡം, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഈ ജില്ലയുടെ DM ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോറി മാഡം. പറയൂ, ആർക്കെതിരെയാണ് റിപ്പോർട്ട് എഴുതേണ്ടത്? ഞാൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് എഴുതാം. ഇത് കേട്ടപ്പോൾ അഞ്ജലി വർമ്മയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവർ കർശനമായ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ സാധാരണ ജനങ്ങളോടും ഇതേ രീതിയിലാണല്ലേ പെരുമാറുന്നത്? ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിയമത്തിന്റെ ശക്തി എന്താണെന്ന്. ഈ യൂണിഫോം നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ തന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ യൂണിഫോമിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ യൂണിഫോമിന് നിങ്ങൾ യോഗ്യരല്ല. എന്നിട്ട് അവർ തന്റെ തിരിച്ചറിയൽ കാർഡ് തിരിച്ചെടുത്തു. ദേഷ്യത്തോടെ പറഞ്ഞു, നാളെ നിങ്ങളുടെ എല്ലാവരുടെയും വിധി അറിയാം, തയ്യാറായിരുന്നോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി വർമ്മ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നേരെ SP സാറുമായി സംസാരിച്ചു. SP രാജേഷ് സിംഗ് പറഞ്ഞു, മാഡം, സ്റ്റേഷനിൽ തീർച്ചയായും CCTV ക്യാമറകൾ ഉണ്ടാകും. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഇൻസ്പെക്ടർ ശരിക്കും നിങ്ങളോട് എന്തു ചെയ്തു എന്ന് അറിയാൻ കഴിയും. ഇരുവരും ഉടൻ സ്റ്റേഷനിലെത്തി അവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിക്കാൻ തുടങ്ങി. CCTV ദൃശ്യങ്ങളിൽ ഇൻസ്പെക്ടർ എങ്ങനെയാണ് DM അഞ്ജലി വർമ്മയോട് മോശമായി പെരുമാറിയതെന്ന് വ്യക്തമായി കാണാമായിരുന്നു. ഇപ്പോൾ തെളിവുകൾ ഉറപ്പായി. DM മാഡം തന്നെ സാക്ഷിയായിരുന്നു. പിന്നെ SP സാർ റിപ്പോർട്ട് തയ്യാറാക്കി ഈ കേസ് കോടതിയിലെത്തിച്ചു. ഈ വിഷയം എല്ലാവരുടെയും മുന്നിൽ വരണം. ഇനി ആരും, അത് യൂണിഫോമിലുള്ളവരായാലും സാധാരണക്കാരായാലും, തെറ്റ് ചെയ്യുന്നതിനു മുമ്പ് 100 തവണ ചിന്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് കോടതിയിൽ ഈ കേസിന്റെ വാദം തുടങ്ങി. കോടതിയുടെ ഗേറ്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരും ആളുകളും വലിയ തിരക്കായിരുന്നു. DM അഞ്ജലി വർമ്മയുടെ കേസിന്റെ വിധി ഇന്ന് വരുമെന്നായിരുന്നു എല്ലാവരും സംസാരിച്ചത്. ചിലർ പറഞ്ഞു, ഇത്രയും വലിയ ഉദ്യോഗസ്ഥർക്ക് എത്രത്തോളം ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, പോലീസുകാർ എപ്പോഴും രക്ഷപ്പെടും, പതിവ് പോലെ. എന്നാൽ ഇത്തവണ കാര്യം വ്യത്യസ്തമായിരുന്നു. ഇത്തവണ മുന്നിൽ നിന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് സ്വന്തം സിസ്റ്റത്തിനെതിരെ ശബ്ദമുയർത്തിയ ജില്ലാ കളക്ടർ തന്നെയായിരുന്നു. കോടതിക്കുള്ളിൽ ഗൗരവമേറിയ അന്തരീക്ഷമായിരുന്നു. ജഡ്ജി സാർ തന്റെ ബെഞ്ചിലിരുന്നു. മുന്നിൽ സർക്കാർ അഭിഭാഷകനും മറുഭാഗത്ത് പ്രതിഭാഗം അഭിഭാഷകനും ഉണ്ടായിരുന്നു. പിന്നിലെ സീറ്റുകളിൽ പ്രതികളായ ആ കോൺസ്റ്റബിൾമാരും ഇൻസ്പെക്ടറും ഇരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. ജഡ്ജി പറഞ്ഞു, അഞ്ജലി വർമ്മ വേഴ്സസ് സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസിന്റെ വാദം തുടങ്ങുന്നു. സർക്കാർ അഭിഭാഷകൻ എഴുന്നേറ്റ് പറഞ്ഞു, മൈ ലോർഡ്, ഇതൊരു വനിതാ ഉദ്യോഗസ്ഥയോടുള്ള മോശം പെരുമാറ്റം മാത്രമല്ല, അധികാരത്തിന്റെ ലഹരിയിൽ ചിലർ നിയമം എന്താണെന്ന് മറന്നുപോകുന്ന ആ സിസ്റ്റത്തിന്റെ യഥാർത്ഥ്യമാണിത്. ഞങ്ങളുടെ പക്കൽ CCTV ദൃശ്യങ്ങൾ, ഓഡിയോ റെക്കോർഡുകൾ, സാക്ഷികൾ എല്ലാം ഉണ്ട്. അദ്ദേഹം CCTV ദൃശ്യങ്ങൾ കാണിച്ചു. സ്ക്രീനിൽ വ്യക്തമായി കണ്ടു, ഇൻസ്പെക്ടർ DM മാഡത്തെ ഒരു സാധാരണ സ്ത്രീയായി കരുതി എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതാൻ വിസമ്മതിക്കുന്നതെന്നും കൈക്കൂലി ആവശ്യപ്പെടുന്നതെന്നും മോശമായി പെരുമാറുന്നതെന്നും. കോടതി മുറി മുഴുവൻ കുറച്ചുനേരം നിശബ്ദമായി. അഞ്ജലി വർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു, പക്ഷേ അവരുടെ മുഖം ദൃഢമായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ എഴുന്നേറ്റ് പറഞ്ഞു, മൈലോഡ്, ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ കക്ഷികൾക്ക് തെറ്റായ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉത്തരവുകളെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായിരുന്നു. ജഡ്ജ് ഇടയിൽ കയറി. ആശയക്കുഴപ്പം എന്നാൽ മോശം പെരുമാറ്റവും വനിതാ ഉദ്യോഗസ്ഥരെ അപമാനിക്കലുമാണോ? പോലീസ് യൂണിഫോമിൽ ഇരുന്നു കൊണ്ട്
ആർക്കു വേണമെങ്കിലും ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ? അഭിഭാഷകൻ നിശബ്ദനായി. കോടതി മുറിയിൽ കനത്ത നിശബ്ദത. പിന്നെ അഞ്ജലി വർമ്മയെ സാക്ഷിക്കൂട്ടിലേക്ക് വിളിച്ചു. അവർ എഴുന്നേറ്റു. പതിയെ പറഞ്ഞു, മൈ ലോർഡ്, എനിക്ക് ആരോടും പ്രതികാരം ചെയ്യണ്ട. യൂണിഫോം ധരിക്കുന്നവർ എല്ലാവരും ഒരു കാര്യം ഓർമ്മിക്കണം. യൂണിഫോം ബഹുമാനത്തിന്റെ അടയാളമാണ്, അധികാരത്തിന്റേതല്ല. എനിക്ക് ഭയപ്പെടാമായിരുന്നു, പക്ഷേ ഞാൻ നിശബ്ദയായിരുന്നെങ്കിൽ വരും തലമുറകളിലെ സ്ത്രീകളും എന്നും ഭയപ്പെട്ടേനെ. ജഡ്ജി സാർ അഞ്ജലിയുടെ വാക്കുകൾ വളരെ ആഴത്തിൽ ശ്രദ്ധിച്ചു. കോടതിയിൽ ഇരുന്ന ആളുകളും വികാരഭരിതരായി. സർക്കാർ അഭിഭാഷകൻ തുടർന്നു, മൈ ലോർഡ്, ഈ കേസ് ഡിഎമ്മിന്റെ മാത്രമല്ല, തങ്ങളുടെ അധികാരത്തിന്റെ പേരിൽ തെറ്റു ചെയ്യുന്നവരെ ഭയപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും കേസാണിത്. ഇന്നിവർക്ക് ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ നാളെ മറ്റൊരു ഡിഎം, അല്ലെങ്കിൽ മറ്റൊരു സാധാരണ സ്ത്രീ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതേപോലെ അപമാനിക്കപ്പെടും. വാദം ഏകദേശം 2 മണിക്കൂർ നീണ്ടു. ഓരോ തെളിവിനും മൊഴിക്കും ശേഷം ഇൻസ്പെക്ടറും കോൺസ്റ്റബിൾമാരും മദ്യലഹരിയിൽ ഡിഎമ്മിനോട് മോശമായി പെരുമാറുന്നത് എങ്ങനെയെന്നും അവരുടെ പദവി ദുരുപയോഗം ചെയ്യുകയും ചെയ്തത് എങ്ങനെയെന്നും വ്യക്തമായി. അവസാനം ജഡ്ജി വിധി വായിക്കാൻ തുടങ്ങി. ജഡ്ജി പറഞ്ഞു, തെളിവുകളും സാക്ഷികളും പരിഗണിച്ച് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രതികളായ ഇൻസ്പെക്ടറും 5 കോൺസ്റ്റബിൾമാരും തങ്ങളുടെ കർത്തവ്യത്തിന്റെ പരിധി ലംഘിച്ചിരിക്കുന്നു. ഇവരെ തൽക്ഷണം പ്രാബല്യത്തിൽ സസ്പെൻഡ് ചെയ്യാനും അഴിമതി, ദുഷ്പെരുമാറ്റം, പദവി ദുരുപയോഗം എന്നിവയുടെ പേരിൽ 3 വർഷം തടവ് ശിക്ഷ വിധിക്കാനും കോടതി ഉത്തരവിടുന്നു. ജഡ്ജിയുടെ ശബ്ദം കോടതി മുറിയിൽ മുഴങ്ങി. കോടതി ഇവരെ ജയിലിലേക്ക് അയക്കാൻ ഉത്തരവിടുന്നു. ഇത് കേട്ടതും കോടതി മുറിയിൽ ബഹളമായി. മാധ്യമപ്രവർത്തകർ പുറത്ത് വാർത്ത നൽകാനോടി. ഈ പ്രതികളോടും മുമ്പ് ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ തലകുനിച്ചു. ആ 6 കുറ്റവാളികളെയും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുഖത്തിപ്പോൾ അഹങ്കാരമല്ല, ലജ്ജയായിരുന്നു. പുറത്ത് കോടതിയുടെ ഗേറ്റിൽ ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. പല സ്ത്രീകളും പറഞ്ഞു, കുറഞ്ഞ പക്ഷം നീതി കണ്ട ഒരു ശബ്ദമെങ്കിലും ഉയർന്നു. അഞ്ജലി വർമ്മ പതിയെ പുറത്തേക്ക് വന്നു. മാധ്യമപ്രവർത്തകർ മൈക്കുമായി ഓടി. മാം, നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അഞ്ജലി ചിരിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, നിയമം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ കാറിൽ കയറി. കാർ പതിയെ ഓടിച്ചുപോയി. പിന്നിൽ അവശേഷിച്ചത് ഒരു പാഠമായിരുന്നു. ഒരു സ്ത്രീ തന്റെ സത്യവും ധൈര്യവുമായി നിലകൊണ്ടാൽ സിസ്റ്റം മുഴുവൻ തലകുനിക്കേണ്ടി വരും. അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. SP തന്നെ നേരിട്ട് പരിശോധന നടത്തി പറഞ്ഞു, ഇനി ഈ സ്റ്റേഷൻ നിയമത്തിന്റെ പ്രതീകമാകും, ഭയത്തിന്റെയല്ല. ജില്ലയിലെ ആളുകൾക്ക് ആശ്വാസമായി. എല്ലായിടത്തും ഒരേ ചർച്ചയായിരുന്നു. DM അഞ്ജലി വർമ്മ ചെയ്തത് അവർക്ക് വേണ്ടി മാത്രമല്ല, നീതി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ, സത്യം വിജയിക്കേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, ഇനി വിമർശനമാണെങ്കിലും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ പിന്തുണയും പുതിയ കഥകൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്നുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളോടൊപ്പം തുടരുക. വീണ്ടും കാണാം.